പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ബ്രദർ പോകുന്നില്ലാന്ന് ഡിസൈഡ് ചെയ്തതാണ്. എന്നാൽ പിന്നെ താൻ പോയി ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോയി ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുത്. കാരണം ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ 3 hours നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. എമ്പുരാൻ സിനിമ ഉണ്ട്, നല്ല അടിപൊളി പടം, സൂപ്പർ പടം, സൂപ്പർ 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 എന്ന് പറയാനേ ഉള്ളു. പിന്നെ അതുപോലെ മോഹൻലാലിൻ്റെ അഭിനയം, അതിന് ഓരോരുത്തരും പറയണ എന്തരാണ് മോഹൻലാലിൽ അതിൽ അഭിനയിക്കാനായിട്ട് അതിന് ഇല്ല, 1, 2, 3. ഞങ്ങൾ കേട്ടത് എങ്ങനെയാണ് 5 ഡയലോഗേ ഉള്ളൂ എന്ന്. ഒരാള് സിനിമ കണ്ട് ഇറങ്ങിയ ആള് പറയാണ് മോഹൻലാലിന് 5 ഡയലോഗേ ഉള്ളൂ. വെറുതെ ഇതൊന്നും റിവ്യൂ അല്ല, ഇതൊക്കെ ഡീഗ്രേഡിങ് ആണ് ശരിക്കും. എന്തോ ഒരു പടം. പക്ഷേ ലൂസിഫർ ഞാൻ കണ്ടില്ലായിരുന്നു. എങ്കിൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന എന്തത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് ഒരുമാതിരി തോന്നണത്. അല്ല, അത്രയ്ക്ക് പൊളി പടം. ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, കണ്ണിമ വിട്ടാതെ. 3 മണിക്കൂർ കൂടുതലുണ്ട് കേട്ടോ. 3 മണിക്കൂർ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. കയറി ഇരുന്ന മാത്രം ഇന്റർവെല്ല് വന്നപ്പോഴാണ് ശരിക്കും അത്ര സമയം പോയെന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. അത്രയ്ക്ക് സൂപ്പർ മേക്കിംഗ്, സൂപ്പർ കാസ്റ്റിംഗ്, ലൊക്കേഷനും എല്ലാം, സെറ്റിങ്ങും എല്ലാം ഒരു രക്ഷയില്ലാത്ത മൂവിയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു വേറൊരു ലെവലാണ് എമ്പുരാൻ L2 എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ചിലവന്മാരുടെ റിവ്യൂ കണ്ടിട്ട് സ്ഥിരം അശ്വന്ത് കോകിനെയാണേ പറയുന്നത് കേട്ടോ. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എമ്പുരാൻ കാണുന്നതിന് മുമ്പേ റിവ്യൂ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് റിവ്യൂ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം വന്ന വീഡിയോ അശ്വന്ത് കോകിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്രയും ജെനുവിനായിട്ട് പുള്ളിക്കാരൻ മൂവി റിവ്യൂസൊക്കെ ഇടുന്നതാണ്. ആ റിവ്യൂ കണ്ടിട്ട് പോയി ഒന്ന് കാണാം എന്ന് വിചാരിച്ച് റിവ്യൂ നോക്കിയപ്പോൾ മൊത്തത്തിൽ എത്രയോ പേര് അത് കയറി കണ്ടിരിക്കുന്നു. 2 മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു വീഡിയോക്ക് എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എന്തോരം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ബ്രദർ പോകുന്നില്ലാന്ന് ഡിസൈഡ് ചെയ്തതാണ്. എമ്പുരാൻ കാണണ്ട, പൊട്ടിപ്പടമാണ്, പൊട്ടാൻ പോകുന്ന പടമാണ്, ഇത് കയറൂല, ഇത് കൂടുതൽ ഹൈപ്പ് കൊടുത്ത് വെച്ചിരുന്ന മൂവി ആയതുകൊണ്ടാണ് ഇതിന് ഇതാണെന്നൊക്കെ ഞങ്ങളങ്ങനെ എൻ്റെ ബ്രദറിനെ വിളിച്ചുകൊണ്ട് ഞാനാണെന്ന് പുഷ് ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ആ സിനിമ കൊള്ളാവോ ഇല്ലയോ എന്ന്. കാരണം ഓരോരുത്തരുടെ അഭിപ്രായമാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് അഭിപ്രായമല്ല, പുള്ളി ചെയ്തിരിക്കുന്ന ഡീഗ്രേഡിങ് ആണ്. പക്കയായിട്ട് ഡീഗ്രേഡ് ചെയ്ത് വെച്ചേക്കാണ് ആ സിനിമ. കാരണം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ താൻ പോയി ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോയി ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുത്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അവരെ കഴിവാണത്. പിന്നെ എങ്ങനെ വീഡിയോ ഒരു മൂവി എടുക്കണം എന്നാണ് താങ്കൾ പറയുന്നത്? പൃഥ്വിരാജിന്റെ ഒക്കെ അഭിനയം ഉണ്ടല്ലോ, ആ മോഹൻലാലും പൃഥ്വിരാജും രണ്ടുപേരും കൂടെ വൃത്തിയൊക്കെ വരണ സൂപ്പറായിട്ടുണ്ട്. മോഹൻലാൽ പുള്ളി പറയുന്നത് അത് തെലുങ്ക് പടം പോലെ എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ തെലുങ്ക് പടവും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എനിക്ക് അറിഞ്ഞൂടത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ 3 hours നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ ഫാമിലിക്കായിട്ട് പോയിരുന്ന് കാണാൻ പറ്റില്ല. ഞങ്ങൾ 3 പേരൂടെ പോയി കണ്ടു. ഇത് വേറെ ലെവൽ സിനിമയാണ് ഗൈസ്. ഇത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. പൊളിറ്റിക്സിനെ കുറിച്ചും എല്ലാം നമ്മുടെ സമകാലിക പ്രശ്നങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നൊരു മൂവിയാണ്. അത് കണ്ടിരിക്കണം. ഹിസ്റ്ററി എന്താണെന്ന് അറിയണം. ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം ഫുള്ള് സെർച്ച് ചെയ്യുന്നത് എന്താണ് ശരിക്കും ഇതൊക്കെ നടന്ന ഇൻസിഡൻസ് ആണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. നമ്മൾ ഇന്ത്യയിലാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇത് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പൃഥ്വി കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഇതൊക്കെ മുമ്പോട്ട് വെക്കാനുള്ള ആ ഒരു ധൈര്യം, അത് സമ്മതിച്ചു കൊടുക്കണം. പൃഥ്വിനെ കൊണ്ടേ അത് പറ്റൂ. അതിലെ പാട്ടാ ഒരു സീൻ, അവരുടെ ആദ്യത്തെ ഒരു ½ an hour ആ ഒരു ഇത് സിനിമയുടെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ സംഭവത്തിലും ആ ഒരു സ്കോർ പൃഥ്വിരാജിന്റെ മോള് അത് കുറച്ചേ ഉള്ളെങ്കിലും അടിപൊളി പാട്ട്, വേറെ ലെവൽ. ബാക്കിയുള്ള മൂവീസ് വെച്ച് നോക്കുമ്പോൾ പാട്ടുകൾ കുറച്ച് കുറവാണ്. 2 സോങ്ങിന്റെ ഉള്ളൂ. പിന്നെ ഒരു സഞ്ചാരി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് എല്ലാ നടന്മാരെയും ഇഷ്ടമാണ്, എല്ലാരെയും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരിന് പുള്ളി പറഞ്ഞാണ്, ആന്റണി പെരുമ്പാവൂരിന് എന്തോ ഭയങ്കര വലിയ ഡയലോഗ് കൊടുത്തിട്ട് പഴം വിഴുങ്ങിയ എന്തോ ഒന്നും പറയാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങയാൾക്ക് വേറെ എത്രയോ പേരെ അതിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ആന്റണി നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എത്ര സെക്കൻഡ് മാത്രമേ ആ ഒരു ഡയലോഗ്, ഒരു കുഞ്ഞു ഡയലോഗാണല്ലോ പുള്ളി, പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്.
എന്നിട്ടാണ് ഇയാൾ പറഞ്ഞു വെച്ചത് അത് എന്തോ ഭയങ്കര വലിയ ഡയലോഗാണ് കൊടുത്തത്, എന്നിട്ട് പുള്ളി ഒന്നും ചെയ്തില്ല, വേന്നിരിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഇത് എനിക്ക് പറയാനുള്ള ഇത് അസൂയാണ്, സത്യം. ഇത് വളരെ ഒന്നുകിൽ ഇയാൾക്കെന്നല്ല ബാഡ് റിവ്യൂ പറഞ്ഞവർക്കൊക്കെ ഒന്നുകിൽ ഇത് തളർത്താൻ ശ്രമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ സിനിമയിൽ എന്തെങ്കിലും കണ്ട് ട്രിഗർ ആയിട്ടായിരിക്കാം. മേ ബി പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇയാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതിൽ കൂടുതൽ എന്ത് എക്സ്പെക്ട് ചെയ്യാൻ ഇത്രയും നന്നായിട്ട് എടുത്ത ഒരു സിനിമ എന്ത് ബാഡ് പറയാനാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. സിനിമയായിട്ട് കാണണം. അതിൽ അഭിനയിച്ചവർക്ക് ഒരു കുഴപ്പമില്ല, അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൂവിയുടെ മേക്കിംഗ് അടിപൊളിയാണ്, കുറച്ച് സോങ്സ് കുറവാണ്, ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ നോക്കിയത്. പ്രശ്നമല്ല നല്ലത്. അതെ, അതൊരു പ്രശ്നമാണോ ശരിക്കും? സിനിമയിൽ അത്രയും പാട്ടുകൾ വേണമെന്നോ ഐറ്റം ഡാൻസ് വേണമെന്നോ ഒന്നും അത് നിർബന്ധമല്ല, അത് ആളുടെ ഇതാണ്. പക്ഷെ ആ ഒരു മൂവി പോകുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഇത്രയും നന്നായിട്ട് വേറൊരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് പൃഥ്വിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മോഹൻലാൽ വന്നപ്പോഴൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ, അതിന് അഭിനയിക്കാൻ എന്തായിരുന്നു കുറച്ച് ഏറ്റവും ലാസ്റ്റ് കൊണ്ടിട്ട് അതാ ഒരുത്തൻ കണ്ടിട്ട് ഇറങ്ങി പറയണേ, അവന്മാരെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ഇറങ്ങി എന്നോണ്ട് പറയണം. മോഹൻലാലിനെ എന്തോ പുള്ളി പറയുന്നുണ്ട്, മോഹൻലാലിനെ എന്തോ മൂടി വെച്ചേക്കാണ്. ഞാനും വിചാരിച്ചു എന്തോ മഞ്ഞ കോട്ടിട്ട് സന്യാസിയായിട്ട് അഭിനയിച്ച അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. എന്തൊക്കെയാണ് ഇങ്ങനെയാണോ റിവ്യൂ പറയണ്ടേ? റിവ്യൂ പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? ഇത്രയും എഫേർട്ട് എടുത്ത് എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ആ ഒരു സിനിമേനെ എന്തൊക്കെ രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് ഓൾസോ മോഹൻലാൽ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖേദമുണ്ട്. അതായത് ആ സിനിമ കണ്ടിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വിഭാഗത്തിന് മുറിവ് ഏൽപ്പിച്ചു, അതായത് പൊളിറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സീനൊന്നും കട്ട് ചെയ്യേണ്ട ഓരോ ആവശ്യമില്ല. 3 മണിക്കൂർ ആ സിനിമയുടെ എസെൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയണമെങ്കിൽ ആ 3 മണിക്കൂർ നമ്മളിരുന്ന് കാണണം. കണ്ടാൽ മാത്രമേ ആ സിനിമയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നടന്ന സംഭവമല്ലേ? അതെ, ഇതൊക്കെയാണ് പൊളിറ്റിക്സിൽ, ഇതൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊക്കെയാണ്, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നമ്മളത് അറിയണം. ഈ സിനിമ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ പാർട്ടിയുടെ ഇത് അതില് അതാണ് പറഞ്ഞത്, പൊളിറ്റിക്സ് ആണ് ഇവിടെ സംഭവം വെച്ചാൽ ഇപ്പൊ സിനിമ ഇറങ്ങിയിട്ട് വിവാദം വന്നിരിക്കുന്ന പൊളിറ്റിക്സ് ആണ്. ഇതൊക്കെ നടക്കണതല്ലേ? അതാ സിനിമയിൽ ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, സത്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടാണ് ചെയ്യുന്നത്. അതില് ഒന്നും മേക്ക് ചെയ്തിട്ടില്ല, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല, എല്ലാം സത്യം പക്കായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിനാരും വ്രണപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇത് നെഗറ്റീവ് റിവ്യൂ വരുന്ന സംഭവം ഇത് തന്നെയാണ്. ഒന്നുകിൽ പൊളിറ്റിക്സ് കണ്ട് ട്രിഗർ ആയതാണ്, വർഗീയ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുന്നതാണ്. ഇതിപ്പോ തിയേറ്ററൊക്കെ ഫുള്ളാണ്. ഇന്നലെയും ഇന്നിപ്പോ പെരുന്നാളാണ്, ഇന്ന് ഫുള്ളാണ് തിയേറ്ററൊക്കെ. നിങ്ങളെല്ലാരും പോയി കാണണം, ഇന്ന് തന്നെ കാണണം. നാളെ എന്തോ 17 സീൻസ് എന്തോ കട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ കഷ്ടം തന്നെ. അതങ്ങനെ ഒരാവശ്യമല്ല. യവന്മാര് അസൂയ മൂത്ത് പറയണതാണ്, അല്ലാതെ വേറൊന്നും അല്ല. എല്ലാരും പോയി കാണണം, സൂപ്പർ പടമാണ്. അയാള് പറയണ കേട്ട് കാണാതിരുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ ഇരുന്നതാണ് നമ്മൾ. ഇവിടെ ഞങ്ങൾ പോണ്ടാന്ന് വെച്ചിരുന്ന ഇയാളെയാണ് ഞങ്ങൾ പോയി കണ്ടപ്പം ഞങ്ങൾ ആ സിനിമയിൽ കണ്ടതും ആൾക്കാർ പറഞ്ഞ റിവ്യൂവും തമ്മിൽ സത്യം പറഞ്ഞാൽ ഒരു കണക്ഷനും ഇല്ല. ഇവരെന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. മോഹൻലാലിന് റോളില്ല. ലൂസിഫറും എമ്പുരാനും ഒരേ സീക്വൻസ് പോയിരുന്നെങ്കിൽ മോഹൻലാലിന് ഇതിന് കുറച്ചുകൂടെ മാസം മറ്റതുപോലെ ആ ഒരു സ്റ്റോറി ലൈൻ പോയിരുന്നെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? എമ്പുരാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് സ്റ്റോറി. ലൂസിഫർ വേറൊരു സിനിമയാണ്, എമ്പുരാൻ വേറൊരു സിനിമയാണ്. അതിനെ അങ്ങനെ കാണണം. ലൂസിഫറിൻ്റെ കണ്ടിന്യൂഷൻ ആണ്, ഓഫ് കോഴ്സ് കണക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കണ്ടേ? കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്യണ്ടേ? അങ്ങനെ ആഡ് ചെയ്തതാണ്. അതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം മറ്റതും ഇതും സെയിം ആയ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക? സോ ഇനി L3 ഇറങ്ങാൻ പോകുന്നുണ്ട്. L3 എന്ന് പറയുന്നത് ബിഗിനിങ് ആണ്. അതായത് മോഹൻലാലിൻ്റെ എബ്രഹാം ഖുറൈഷിയിലേക്കുള്ള ഒരു യാത്രയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇതിൽ L2 മാസ് എക്സ്പെക്ട് ചെയ്ത ആൾക്കാർക്ക് L3 പോയി കണ്ട് കുറച്ചുകൂടി അടിയും കുത്തൊക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് അതായിരിക്കും വേണ്ടത്. മോഹൻലാലിനെ പൊതിഞ്ഞു വെച്ചു, മോഹൻലാലിന് സീനില്ല, ഡയലോഗ് പൊതിഞ്ഞു വെച്ചില്ല, എങ്ങും സീനില്ലാതെ ഇല്ല.
ആദ്യം ഇച്ചിരി കുറച്ച് ഭാഗം ഇച്ചിരി ആദ്യമൊന്നും മോഹൻലാൽ ഇല്ല. ആ മോഹൻലാലിന്റെ ഒരു എൻട്രി വേണ്ടേ? പിന്നെ എബ്രഹാം ഖുറൈഷിക്ക് അതിന്റേതായ ഒരു എൻട്രി വേണം. പൃഥ്വിയുടെ വരവൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി, ഒരു രക്ഷയില്ല. സ്റ്റോറിയൊക്കെ അടിപൊളി. നമ്മളത് കണ്ട ആസ്വാദക എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള മൂവി നിങ്ങൾ മിസ് ചെയ്യരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. സത്യം പറയുമ്പോൾ ചിലർക്ക് വേദനിക്കും, അതാണ് ഇവിടെ സംഭവിച്ചത്. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെയല്ലല്ലോ, നല്ല കാര്യം പറയുമ്പോ ആളിയൊക്കെ കേറിക്കൊള്ളും. താഴ്ത്താനായിട്ട് കുറെ വളർന്ന് പൃഥ്വിന്റെ ആ ഒരു വളർച്ചേനെ ഇന്ദ്രജിത്തും പൊളി, അടിപൊളി, എല്ലാരും സൂപ്പർ, ഒരേ സൂപ്പർ സൂപ്പർ സൂപ്പർ. മോഹൻലാലും അങ്ങനെ തന്നെ, ഒന്നും പറയാനില്ല. ഇതിപ്പോ ഇന്നത്തെ ഒരു ലൈവ് റിവ്യൂ, ഒരു തിയേറ്റർ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും, അമ്മച്ചിമാരും അപ്പാവന്മാരും എല്ലാരും സിനിമ കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയണത്. പോസിറ്റീവ് റിവ്യൂ, ഒരു ബാഡ് റിവ്യൂ പോലും ഞാൻ കണ്ടില്ല. പറഞ്ഞത് 1-2 പേരേ ഉള്ളൂ. അത് ഇറങ്ങിയ സമയത്ത് സിനിമ കട്ട് ചെയ്ത് കളയേണ്ട ഒരു കാര്യവും ഇല്ല. സംഭവം ആദ്യം ഇറങ്ങിയ സമയത്ത് ഇതുപോലെ റിവ്യൂ പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാര് ഇപ്പത്തെ വീണ്ടും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. താങ്കൾ ഇട്ട അശ്വന്ത് കോക്ക്, ഞാൻ ഓപ്പണായിട്ട് അശ്വന്ത് ഇട്ട ആ ഒരു വീഡിയോ എത്ര പേരാണ് കണ്ടതെന്ന് ആലോചിക്കണം. താങ്കൾ ചെയ്തു വെച്ചത് റിവ്യൂ അല്ല, അത് പക്ക ഡീഗ്രേഡിംഗ് ആയിരുന്നു. നെഗറ്റീവായിട്ട് എത്ര പേര് അത് എടുത്തെന്നറിയാം. താങ്കൾക്ക് ഇത്ര ആൾക്കാരുടെ ഇടയിൽ താങ്കളെ കണ്ട എത്രയോ പേര് മൂവി ചിലപ്പോൾ കാണാതിരിക്കാം. നമ്മളൊക്കെ അങ്ങനെ കാണാതിരിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നീടാണ് ഡിസൈഡ് ചെയ്ത് എന്നാലും പോയി കണ്ടേക്കാം എന്നുള്ള. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് പോകാതിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും നഷ്ടമായേനെ. അപ്പൊ ഇങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു മൂവിയെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. ഇത് ശരിക്കും ഡീഗ്രേഡിങ് ആണ്. ഇത് റിവ്യൂ ആയിരുന്നില്ല. റിവ്യൂ പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേടേ. താങ്കൾ തമ്മിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു മര്യാദ വേണ്ടേടേ എന്നൊക്കെ. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മര്യാദ വേണ്ട റിവ്യൂ പറയുന്നതിന്, ഒരു മയത്തിലൊക്കെ പറയണ്ടേ. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന പറയണ ആദ്യത്തെ ആ ഒരു സിനിമയുടെ ആദ്യത്തെ കുറച്ച് നേരമാണ് മൂവിയുടെ ആ ഒരു എസൻസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര മാത്രമേ കൊള്ളൂ. പിന്നെ ബാക്കിയെല്ലാം തെലുങ്ക് പടത്തിൻ്റെ റിവെഞ്ച് പോലെയൊക്കെ. തെലുങ്ക് പടവും ഇതുമായിട്ട് എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അത്രയ്ക്ക് വേറെ ലെവലായിട്ടാണ് ആ സിനിമ. എനിക്ക് റിവ്യൂ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച്, ശരിയാണ് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്, അതാ എന്തും വിളിച്ചു പറയുന്നത്. അത് പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാടെ കാണിച്ചു വെച്ചേക്കുന്നത്, മോഹൻലാലിനെ മൂടി വെച്ചേക്കുന്നത്. മോഹൻലാലിന്റെ ഡയലോഗില്ല. ആന്റണി പെരുമ്പാവൂരിന് വലിയ ഡയലോഗ് കൊടുത്തിട്ട് ചുമ്മാ ഇരിക്കുന്ന ഇയാൾക്കാണോ കൊടുക്കാനുള്ളത്, വേറെ ആരെയും കിട്ടിയില്ല, എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ റിവ്യൂ പറയേണ്ടത്? എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയിലും പറയുന്നുണ്ട് എന്റെ അഭിപ്രായം അവിടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ അഭിപ്രായം ഇതാണോ? അഭിപ്രായമൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് ഡീഗ്രേഡിംഗ് ആണ്. ഇത് ഒട്ടും ശരിയല്ല. ഇങ്ങനെ റിവ്യൂ പറഞ്ഞ ആൾക്കാർക്ക് എന്തോ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 മില്യൺ ആൾക്കാരാണ് അത് കണ്ടത്. ഞാൻ വേറൊരാള് സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിന്ന് ഭയങ്കര ഡയലോഗ് ഇറക്കണതാണ് ഞാൻ കണ്ടത്. മോഹൻലാലിന് അതില് 5 ഡയലോഗേ ഉള്ളു. 5 ഡയലോഗ് ഞാൻ 5 ഡയലോഗ് ഒന്നും അല്ല, നല്ല ഡയലോഗ് ഉണ്ട്. മഞ്ജു വാര്യർക്ക് വേറെ ലെവല് തന്നെ. ഭയങ്കര ഇഷ്ടമായി, സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഇത് തന്നെയാണ് നമ്മുടെ എമ്പുരാൻ L2. എനിക്ക് മാസ് പടങ്ങൾ പൊതുവെ ഇഷ്ടമല്ല, പക്ഷെ ഇത് ഞാൻ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. മഞ്ജു വാര്യർ എന്തിനാണ് സാരി ഉടുത്തോണ്ട് അവർ പോകുന്ന ഒരു സീനുണ്ടല്ലോ ലാസ്റ്റ്, അതെ കോൺഗ്രസിന്റെ സാരിയെ കൊടുത്തിട്ട് പോകുന്ന എന്തിനാണെന്നൊക്കെ അശ്വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ പൊളിറ്റിക്സിന്റെ ഒരു കളി. എനിക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ കയറി റിവ്യൂ, ഇതിനൊക്കെ കയറി ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. സാരി അത് ഡയറക്ടർ ബ്രില്യൻസ്. ചിലപ്പോൾ ആ ഒരു പൊളിറ്റിക്സിന്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി, ആ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തായിരിക്കാം. നല്ലതല്ലായിരുന്നു. അതെ, അത് നല്ലതല്ലേ. പൊളിറ്റിക്സ്, രാഷ്ട്രീയം ഇഷ്ടപ്പെടും. അതിപ്പോൾ ഏത് ഇതായാലും രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ഇതല്ലേ, രോമാഞ്ചമല്ലേ. അതിനൊക്കെ കയറി ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്താ പറയുന്നത്? റൈറ്റ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സിനിമയിലൂടെ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ചുമ്മാ ഇത് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ റിലീസ്, ഇങ്ങനെ തന്നെ പോകണം എന്നാണ് പറയുന്നത്. ഇതിന്റെ ആ ഒരു മൂവിയുടെ ഒരു എസൻസ് ആണെങ്കിൽ ഇത് തന്നെ കാണണം. 17 സീൻ നാളെ കട്ട് ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യാൻ പോവാം. എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ പോയി പടം കാണണം. 500 കോടി ഇന്ന് തന്നെ അടിക്കണം. 500 1000 അടിക്കുമായിരിക്കും.
അടിക്കണം. അത് തന്നെ പറയാനാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാരും പോയി കാണണം. വീട്ടിലുള്ള കൊച്ചുങ്ങളെയും എല്ലാരും പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പോയി എല്ലാരും സിനിമ കാണണം. ഓക്കെ, ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്ന് വെച്ചാൽ ആരെ റിവ്യൂ കണ്ട് നമ്മൾ സിനിമ കാണാൻ പോവരുത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. റിവ്യൂ പറയുന്നത് നല്ലതാണ്, നമുക്ക് അറിയണമല്ലോ. ഓക്കെ, നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന സിനിമയാണ്, അപ്പം നമ്മൾ വെർത്താണോ എന്ന് അറിയണം. ഒരാളിനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള റിവ്യൂ പറയാതിരിക്കുക, ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് റിവ്യൂ പറയാതിരിക്കുക. ആരും റിവ്യൂ പറയുന്നത് നല്ലതാണ്. നമ്മുടെ ഷസാവല്ലേക്കാ, പുള്ളി എന്ത് മര്യാദയായിട്ടാണ് റിവ്യൂ പറഞ്ഞത്, ഞാൻ കണ്ടതാ. എന്ത് മര്യാദയായിട്ടാണ് റിവ്യൂ പറഞ്ഞതെന്ന് അറിയോ? അങ്ങനെ വേണം റിവ്യൂ പറയാൻ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറയാം, പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് പറയാം. പക്ഷെ ഒരുമാതിരി ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഡിഫെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല. ഇത് വൃത്തികേടാണ് കാണിച്ചത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി സിനിമയൊക്കെ കാണി. സൂപ്പർ പടമാണ്.